വയനാട്ടിലൊന്നും പറയാതെ കേന്ദ്രം. വയനാട് ദുരന്തത്തിൽ കേരളത്തിനുള്ള സഹായം സംബന്ധിച്ച് ഒളിച്ചുകളി തുടർന്ന കേന്ദ്രം. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേരളത്തിന് എന്ത് നൽകുമെന്നോ എന്ന് നൽകുമെന്നോ കേന്ദ്രം വ്യക്തത വരുത്തിയില്ല. നവംബർ 13 മാത്രമാണ് കേരളം പണം ആവശ്യപ്പെട്ടതെന്ന് കേന്ദ്രം ആരോപിക്കുന്നു. ഇതിനിടെ ധനസഹായം വൈകുന്നതിൽ വയനാട്ടിൽ ഹർത്താൽ നടത്തിയതിനെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇതുവരെ കോടതിയിൽ പറഞ്ഞതിനപ്പുറം കേരളത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് സത്യവാങ്മൂലത്തിൽ വ്യക്തതയില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾ വിശദമായി വിവരിക്കുന്ന സത്യവാങ്മൂലം ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ പരിഗണനയിൽ മാത്രമെന്നാണ് വ്യക്തമാക്കിയത്. നവംബർ 13 മാത്രമാണ് കേരളം പണം ആവശ്യപ്പെട്ടത്. 16 ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഉന്നതാധികാര സമിതി യോഗം 153 കോടി അനുവദിച്ചെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നു. ദുരന്ത മേഖലയിൽ സേവനം നടത്തിയ കേന്ദ്ര സേനകൾക്ക് പണം നൽകാൻ അധിക സഹായം വേണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണനയിലാണ്. 2219 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ തുടരുകയെന്ന് മാത്രമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേരളം പണം ആവശ്യപ്പെടാൻ വൈകിയെന്ന BJP നേതാക്കളുടെ നിലപാട് തന്നെയാണ് സത്യവാങ്മൂലത്തിലുമുള്ളത്. കേന്ദ്രം അനുവദിച്ചെന്ന് പറയുന്ന 153 കോടി പതിവ് സഹായം മാത്രമാണെന്നാണ് കേരളത്തിന്റെ വാദം. ഫലത്തിൽ വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അധിക സഹായം എത്രയെന്നോ എന്നു നൽകുമെന്നോ കേന്ദ്രം കോടതിയിൽ വ്യക്തത വരുത്തിയിട്ടില്ല. വയനാടിന് സഹായം വൈകുന്നുവെന്ന വിവാദത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിക്കുന്നത്. ഇതിനിടെ വയനാട്ടിൽ ഹർത്താൽ നടത്തിയ നടപടിക്കെതിരെ കോടതി രൂക്ഷ വിമർശനം നടത്തി. LDF, UDF നേതൃത്വങ്ങളുടേത് നിരുത്തരവാദപരമായ നടപടിയാണ്. ദുരന്ത മേഖലയിൽ ഹർത്താൽ നടത്തിയ തീരുമാനം നിരാശപ്പെടുത്തുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് 18 കൊച്ചി.